ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ജാസ്മിൻ ചതിച്ചേ എന്നുള്ളൊരു പേര് അവിടെ എല്ലായിടത്തും പരക്കുന്നുണ്ട് കേട്ടോ. ഹരിയാണെങ്കിൽ കാത്തിരിക്കുകയാണ് രാഘവനുണ്ണി സാർ ഇറങ്ങട്ടെ, ജാസ്മിൻ ചതിച്ച കാര്യം രാഘവനുണ്ണി സാറിനോട് പറയണം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ് ഹരി. അനുപമക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഈശ്വര, ഇനി അഞ്ജലി കോടതിയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നേരെ പോകുക ആ പത്മയുടെ അടുത്തേക്കായിരിക്കും. പത്മയുടെ കേസ് അവൾ വീണ്ടും കുത്തിപ്പോക്കും, പത്മക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കും. ഇതൊക്കെ എങ്ങാനും രാഘവനുണ്ണി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒന്നില്ലെങ്കിൽ രാഘവനുണ്ണി അങ്കിള് എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കും, അല്ലെങ്കിൽ അഭി എന്നെ ചവിട്ടി പുറത്താക്കും. എന്തായാലും ഞാൻ പുറത്താവും. പക്ഷെ അതിനു മുമ്പ് അവളെ, ആ അഞ്ജലിനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. മനസമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്നെ അവൾ ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് എപ്പോൾ കയറിയോ അപ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ. എനിക്ക് മാത്രം എന്തിനാ ഈശ്വരൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ പൊട്ടൻ എന്നെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അയാളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലോ ആ അഞ്ജലി. അവൾക്ക് എന്ത് ഗുണമുണ്ടായിട്ടാ എല്ലാവരും കൂടി അവളുടെ പുറകെ നടക്കണേ? അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അവളുടെ ചേച്ചിയാ ഞാൻ. എന്തുകൊണ്ടും അവളെക്കാളും സൗന്ദര്യവും ബുദ്ധിയും ബോധവും ഒക്കെ എനിക്കാണ് കൂടുതൽ. അത് കുറച്ചു പേർക്ക് അറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അറിഞ്ഞോളും എന്നൊക്കെ അനുപമ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ശേഷം രാഘവനുണ്ണി കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ ഹരി അവിടേക്ക് വരുന്നുണ്ട്. സർ, നമ്മുടെ ജാസ്മിൻ പണി പറ്റിച്ചു സാർ എന്ന് പറയാണ്. ജാസ്മിൻ പണി പറ്റിച്ചെന്നോ? അതെ, നമ്മുടെ വില്ലേജ് ഓഫീസറിന്റെ ആ ഒരു കേസ് ഉണ്ടല്ലോ, ഞാൻ അതിന്റെ കേസും ഫയൽസും കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിൻ ഏൽപ്പിച്ചിരുന്നു. എവിടെ കേസ് വിളിക്കാനായി? ജാസ്മിൻ എവിടെ? വരാൻ പറ അവളോട്. ജാസ്മിൻ വരില്ല സർ. വരില്ലെന്നോ? താൻ എന്തൊക്കെയാണോ ഹരി പറയണത്? അത് ഒരു അറിവ് കിട്ടിയിരുന്നു സർ, ജാസ്മിൻ ഒറ്റയ്ക്ക് എന്തോ കേസ് എടുക്കാൻ തുടങ്ങിയെന്ന്. അവൾ ഒറ്റയ്ക്ക് കേസ് എടുക്കാൻ തുടങ്ങിയെന്നോ? അതെ സർ, നമ്മുടെ കൂട്ടത്തിലെ ആ ജൂനിയർ വക്കീലാണ് ഈ കാര്യം പറഞ്ഞത്. ഓഹോ, അപ്പൊ അവള് ചതിക്കാനുള്ള പുറപ്പാടാണല്ലേ എന്നെ? കേസൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താന്നായിരിക്കും ജാസ്മിന്റെ വിചാരം. അങ്ങനെ രാഘവനുണ്ണിനെ പൊട്ടനായിക്കൊണ്ട് ഒരാള് മുന്നിലേറണ്ട, അവളിങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട് എന്ന് രാഘവനുണ്ണി ഇങ്ങനെ പറയുന്നില്ല കേട്ടോ ഹരിയുടെ അടുത്ത്. ഹരിക്ക് സന്തോഷമാണ്, ജാസ്മിൻ ഒഴിഞ്ഞു പോവാണെങ്കിൽ ആ സ്ഥലത്ത് ഹരിക്ക് കയറാലോ. ആ സമയത്തിനാണ് അവിടേക്ക് അഞ്ജലി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് കുഞ്ഞപ്പന്റെ കൂടെ. അഞ്ജലി നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച രാഘവനുണ്ണി എന്തോ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആരോ പ്രതീക്ഷ നിൽക്കുകയാണ്. ഇയാൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആരോ പ്രതീക്ഷ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അഞ്ജലി കുഞ്ഞപ്പനോട് പറഞ്ഞിട്ട്, കുഞ്ഞപ്പ വണ്ടി അങ്ങോട്ടേക്ക് നീക്കിയിട്ടേക്ക്, നമുക്ക് അകത്തൊന്ന് കയറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറാൻ പോവാണ്. പക്ഷെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് രാഘവനുണ്ണി എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. പക്ഷെ രാഘവനുണ്ണി അഞ്ജലിനെ കാണുന്നതും ഇല്ല കേട്ടോ. അങ്ങനെ ജാസ്മിൻ അവിടെ ഓടിപ്പിടച്ചു വരുന്നുണ്ട്. പാവം ജാസ്മിൻ രാഘവണിനെ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത് വേറെ ഏതോ ആൾക്കാർ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. മറ്റേ പുള്ളിക്കാരത്തെ തെറ്റിദ്ധരിച്ചതാണ്. അവളെന്തോ വേറെ ഏതോ കേസും കാര്യങ്ങളൊക്കെ കേട്ട് ഓടി നടപ്പാണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും ജാസ്മിൻ അങ്ങനെ ചതിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ജാസ്മിൻ ഓടി വരികയാണ്. സോറി സർ, കുറച്ച് വൈകിപ്പോയി എന്ന് പറയുമ്പോഴേക്ക് രാഘവണി പറയണ്ട്, വൈകുമല്ലോ, അതങ്ങനെയല്ലേ വരുള്ളൂ. ജാസ്മിൻ വക്കീൽ ഒറ്റക്ക് കേസൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ സർ. സാർ എന്ന് പറയുമ്പോഴേക്കും എന്താ സാർ സാർ എന്ന്? എല്ലാം മനസ്സിലായി. എപ്പോൾ തൊട്ടാണാവോ ജാസ്മിൻ വക്കീൽ ഒറ്റയ്ക്ക് കേസ് ഏറ്റെടുക്കാൻ തുടങ്ങിയത്? അങ്ങനെ രാഘവനുണ്ണിനെ പൊട്ടനാക്കിയിട്ട് ജാസ്മിൻ അങ്ങനെ മിടുക്കിയാകാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, സാർ അതങ്ങനെയല്ലേ സാർ, വേണ്ട ഒന്നും പറയണ്ട. കൊള്ളാം, കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ? ഇനി എൻ്റെ ഗ്യാങ്ങിൽ കണ്ടുപോകരുത്, എൻ്റെ ഒരു അസോസിയേഷനിലും നീ വന്നു പോകരുത്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ അത്രയും വക്കീലന്മാരുടെ മുമ്പിൽ നാണം കെടുത്തു കേട്ടോ. എല്ലാവരും ജാസ്മിനെ നാണെങ്കിൽ ചിരിച്ചിങ്ങനെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ആക്കി ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ജാസ്മിനെ വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ. ജാസ്മിൻ അവിടെ നിന്ന് കരയുമ്പോഴേക്കും ഹരി പറയണ്ടേ, എന്നാലും എൻ്റെ ജാസ്മിനെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. ഞാൻ ചതിച്ചു എന്ന് ഹരി വക്കീലിനോട് ആരാ പറഞ്ഞത്? അതാരെങ്കിലൊക്കെ ആവട്ടെ, ഏതായാലും നടന്ന സംഭവം സത്യമല്ലേ? കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഹരിയും അകത്തേക്ക് പോവാണ്. ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ രാഘവനുണ്ണി സാർ പറഞ്ഞത്. ഞാൻ എങ്ങനെ ചതിച്ചു എന്നാ ഇദ്ദേഹം ഈ പറയണത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടും നമ്മുടെ അഞ്ജലി ജാസ്മിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹലോ ജാസ്മിൻ വക്കീലേ, വക്കീല് ചതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാഘവനുണ്ണി അങ്കിളിനെ എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. എന്തായാലും ചെറിയ തെറ്റിദ്ധാരണ സംഭവിച്ചപ്പോഴേക്കും രാഘവനുണ്ണിയുടെ അങ്കിളുടെ യഥാർത്ഥ രൂപവും സ്വഭാവമൊക്കെ ജാസ്മിന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ അങ്ങേര്. കൂടെ നിൽക്കുന്ന ആളെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തള്ളിക്കളയും. എന്തോ ഒരു തെറ്റിദ്ധാരണ മനസ്സിലേക്ക് കയറി. അത് കയറിയപ്പോൾ തന്നെ അത് ക്ലിയർ ആക്കാൻ പോലും നിന്നില്ല. ജാസ്മിനെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ചെയ്തത്. അതും ഇത്രയും പേരുടെ മുമ്പിൽ. വല്ലാത്ത കഷ്ടം തന്നെ. ഇത്രയും നാൾ കൂടെ നിന്ന് സർവീസിലൊക്കെ കൂടെ നിന്ന് സഹായിച്ചിട്ട് എന്നാലും ജാസ്മിൻ ഇങ്ങനെ ഒരു പഴംതൊലി പോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ ആ രാഘവനുണ്ണി വക്കീല്. വല്ലാത്ത കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജാസ്മിൻ ഈ ദേശത്തിൽ അഞ്ജലിയുടെ കൂടെ നല്ല ചാൻസ് ഉണ്ട് അഞ്ജലിനെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ആ കാര്യം എന്തായാലും ഉറപ്പാണ്.
അങ്ങനെ അഞ്ജലിയും ജാസ്മിനൊക്കെ മറുഭാഗത്ത് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഘവനുണ്ണി അപ്പോഴും അഞ്ജലിനെ കാണുന്നൊന്നുമില്ല. അവിടെയൊക്കെ ഓടിപ്പാഞ്ഞ് എത്തുവാണ് നമ്മുടെ അർജുൻ കേട്ടോ. അർജുൻ ഓടിപ്പാൻ എത്ര കാണുമ്പോഴേക്കും രാഘവനുണ്ണി ഹരിയൊക്കെ ആകെ ഷോക്കായി പോവാണ്. രാഘവനുണ്ണി ചോദിക്കാണ്ട്, ആ അർജുൻ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പിന്നെ അച്ഛനെ കാണാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടിട്ടോ, അല്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് അർജുൻ. ആ രാഘവണ്ണിക്ക് എന്തൊക്കെയോ സംശയം തോന്നാണ്, ഇവനെന്ത് ഈ അകത്തേക്ക് ഓടിപ്പോണത്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഹരി പറയണ്ട്, സാറേ അത് വേറൊന്നുമല്ല, എന്നെ കുറച്ചു മുമ്പ് അനുപമ വിളിച്ചിരുന്നു. അവളെന്തിനാ നിന്നെ വിളിച്ചത്? അതോ അഞ്ജലി ഇവിടെ കോടതിയിൽ വരാൻ ചാൻസ് ഉണ്ട്, അവളെങ്ങാനും ഇവിടെ വന്നിരുന്നോ, അവൾ വരുവാണെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുപമ വിളിച്ചത്. എനിക്ക് തോന്നണതേ അർജുനും സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അഞ്ജലി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് കേട്ടത്, എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. അനുപമക്കും അർജുനും സംശയമുണ്ട് അവൾ ഈ കോടതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചീറിപ്പാൻ നടക്കുന്നത്. അവൾ കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മായി അച്ഛനും മരുമകളും തമ്മിൽ പ്രശ്നമാക്കുമല്ലോ. അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കും പാവ അർജുൻ ഇങ്ങനെ വാലിൽ തീ പിടിച്ച പോലെ ഓടി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹരി ഇങ്ങനെ പൊട്ടിച്ചിരിക്കാട്ടോ. രാഘവനുണ്ണി പറഞ്ഞിട്ട്, എന്നെ തോൽപ്പിച്ചാൽ അവൾ കോടതി വരാന്തയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ രാഘവനുണ്ണിയുടെ മറ്റൊരു മുഖം അവൾ കാണും എന്നൊക്കെ രാഘവനുണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനുപമയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഈശ്വര, അഞ്ജലി എവിടെയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവും, ഇനി കോടതിയിലേക്കാണോ, രാഘവനുണ്ണി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവോ, ഇനി പത്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടാവോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നില്ലെങ്കിൽ കുറുപ്പങ്കിള്, രാഘവനുണ്ണി അങ്കിള്, അബി, ഇവർ 3 പേരും എനിക്കെതിരെ തിരിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അഞ്ജലിക്ക് എന്തിന്റെ കേസാണ്, എന്തിന്റെ ഇതാണുള്ളത്? ആ പത്മ കേസ് കുത്തിപ്പൊക്കാൻ വേണ്ടി നടക്കുന്നു. ആ പത്മക്ക് ചോദിക്കാനും പറയാനും ഇപ്പൊ ആരാ ഉള്ളത്? അവളുടെ അഹങ്കാരം, അല്ലാതെ എന്ത് പറയാൻ? അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ചതിയിലേക്ക് കൊണ്ടിട്ടിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഈശ്വര, ഇനിയിപ്പോ അബിയുടെ അടുത്ത് ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ അനുപമ. അബി നോക്കുമ്പോൾ അനുപമ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരിക്കണേ. ഇവൾക്ക് മുഴുവട്ട് എന്ന് പറഞ്ഞിട്ട് അബി നേരെ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുന്ന അബി ഞെട്ടിച്ചു കൊണ്ടിട്ടാണ് ആ കാഴ്ച കാണുന്നത്. ദേ നിലത്തേക്ക് വന്നിരിക്കുന്നു നമ്മുടെ അഞ്ജലി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇത് അഞ്ജലി തന്നെയാണോ? ഈശ്വര, തന്റെ മനസ്സിലെ അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന, എപ്പോഴും മനസ്സിലിട്ട് പ്രണയിക്കുന്ന ആ ഒരു അഞ്ജലി തന്നെയാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അബി ആകെ ഷോക്കായിട്ട് നോക്കാണ്. അതെ, അഞ്ജലി തന്നെ, ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഒന്ന് കാണണമെന്ന്, അപ്പൊ തന്നെ എന്റെ മുൻപിലേക്ക് എത്തിയല്ലോ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അബി നിലത്തേക്ക് ഇറങ്ങി പോവാണ്. അഞ്ജലി കുഞ്ഞപ്പനോട് പറയുന്നുണ്ട്, കുഞ്ഞപ്പ എന്നാ പോയിക്കോ, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും അബി ഓടി വരുവാട്ടോ. അഞ്ജലിക്ക് പെട്ടെന്ന് അബീനെ കാണുമ്പോഴേക്കും ഷോക്കായ പോലെ നിൽക്കുകയാണ്. ഈശ്വര, അബിയേട്ടനെ എത്തിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ, എന്താ പറയാ എന്നൊന്നും അഞ്ജലിക്ക് അറിയില്ല. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അത് സത്യങ്ങൾ അറിയാതെയാണോ നിൽക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അബി ചോദിക്കേണ്ട, അല്ല അഞ്ജലി താനെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അഞ്ജലിക്ക് മനസ്സിലായി ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്ത് പറയുമെന്ന് അറിയാതെ അഞ്ജലി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അനിയന്റെ ഭാര്യയെന്ന് പറയാനായിട്ട് അഞ്ജലിയുടെ നാവ് ഇങ്ങനെ തയ്യാറാവുന്നില്ല. അപ്പൊ അഞ്ജലി അതൊന്നും മിണ്ടാതെ അകത്ത് കയറി പോവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോയുടെ ലാസ്റ്റ് ആയിട്ട് കാണിച്ചത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരിക്കും. നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച എല്ലാ ഭാഗങ്ങളും നാളത്തെ എപ്പിസോഡ് കൂടി തന്നെ കഴിയുമെന്നും, നാളത്തെ എപ്പിസോഡിൽ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ഭാഗം കാണിച്ചിട്ടില്ല കേട്ടോ. അത് മിക്കവാറും മറ്റന്നാളായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.